അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയവുമായി ബന്ധപ്പെട്ട് വിവാദ തീരുമാനം കൈക്കൊണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി KPMS രംഗത്ത്. ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ അടിമാലിയിൽ ആവശ്യപ്പെട്ടു. അടിമാലി സർക്കാർ ഹൈസ്കൂളിനെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്കൂളിൽ +2 അനുവദിക്കുകയെന്നത് വർഷങ്ങൾ പഴക്കമുള്ള ആവശ്യമാണ്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിന് തയ്യാറായിട്ടില്ലെന്നും KK രാജൻ കുറ്റപ്പെടുത്തി. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ നിന്നും വിപരീതമായി സ്വകാര്യ മാനേജ്മെന്റുകളെ സഹായിച്ചുകൊണ്ടുള്ള ഈ നിലപാടുകൾ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിനെ തകർക്കുവാനുള്ള ഒരു ഗൂഢശ്രമമായിട്ടാണ് നമ്മൾ കാണുന്നത്. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ +2 അനുവദിക്കുക എന്നുള്ളത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഇതിന് തയ്യാറാകാതെ അടിമാലിയുടെ പ്രദേശങ്ങളിൽ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയപരമായ ഒരു തീരുമാനത്തിൻ്റെ പിൻബലത്തിൽ കൂടി തന്നെയാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ +2 അനുവദിക്കാതിരിക്കുന്നത്. വളരെ അടിയന്തരമായി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ +2 അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട ദേവികുളം MLA തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം നിർത്തലാക്കി എന്നുള്ള ആ തീരുമാനമെടുത്ത അധ്യാപകരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നുള്ള നടപടി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു.